ഇവരെ കൂടെ നിൽക്കുന്നവരെ അർബൻ നക്സലുകൾ, രാജ്യദ്രോഹികൾ, തീവ്രവാദികൾ, അവരുടെയൊക്കെ ലീഡറായിട്ട് രാഹുൽ ഗാന്ധി മാറിയിരിക്കുകയാണ്. എന്റെ പൊന്നണി, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക, നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡിൽ പിടിച്ചേക്കും? ഇതിൽ സത്യത്തിന്റെ ഭാഗത്ത്, ധർമ്മത്തിന്റെ ഭാഗത്ത്, വികസനത്തിന്റെ ഭാഗത്ത് മോദി നിൽക്കുന്നു. അതിച്ചിരി കൂടുതലല്ലേ? ഇതിൽ സത്യത്തിന്റെ ഭാഗത്ത്, ധർമ്മത്തിന്റെ ഭാഗത്ത്, വികസനത്തിന്റെ ഭാഗത്ത് മോദി നിൽക്കുന്നു. സംശയമൊന്നുമില്ലല്ലേ? മോദിയുടെയും അദ്ദേഹത്തിന്റെ പടയാളികളും ഒരു വശത്ത്, രാഹുൽ ഗാന്ധിയും അദ്ദേഹം നേതൃത്വം നൽകുന്ന രാജ്യവിരുദ്ധ ശക്തികളെല്ലാം മറുവശത്ത്. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. കർഷകരാകെ ദുരിതത്തിലാണ്, ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ശശിയെ എന്നാണ് ഈ പറയുന്നത്? ഇഷ്യൂസ് ധാരാളം ഉണ്ട്, അവരെ കേൾക്കാൻ ആളില്ല. കാരണം ഇവിടെ ഒരു MP ഇല്ല, MLA മാരില്ല, സർക്കാർ ആണെങ്കിൽ ഇവിടെ ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല. കേരള ഗവൺമെന്റിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ. എല്ലാത്തിനും പരിഹാരം കാണാനുള്ള കൃത്യമായിട്ടുള്ള ഒരു പാക്കേജുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന്റെ വെറും വാഗ്ദാനം കിട്ടുകയില്ല, അതുകൂടെ മനസ്സിലായില്ലേ? വരൂ. ഞാനിപ്പോ വ്യാപാരി വ്യവസായികൾ, അതുപോലെ ചേംബർ ഓഫ് കോമേഴ്സ്, ടൂറിസ്റ്റ് സംഘടനകൾ, ടൂറിസം സംഘടനകൾ, അവരൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചു. അവരൊക്കെ ഒരു പ്രതീക്ഷ, മോദിക്ക് മാത്രമേ ഇനി വയനാട്ടിനെ രക്ഷിക്കാൻ കഴിയൂ. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ കല്ലെറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നിൽ നിന്ന് ഇപ്പോൾ ഞാൻ കല്ലെറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? പോലീസിനെ കാണുമ്പോൾ ഞാൻ അടിക്കുമ്പോൾ ഞാൻ തിരിച്ചാക്രമിച്ചിട്ടുണ്ട്. ശേഖരന്റെ നാട്ടി മേടിച്ച് നീ അടങ്ങുമല്ലടാ. എവിടെ നിനക്ക് പ്രാന്താളാ പന്നി? ഓടിക്കോ പ്രേമ, പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറിയില്ല. അതൊക്കെ അന്നത്തെ കാലമാണ്. ഇനി മലപ്പുറത്തേക്ക് വന്നാൽ മലപ്പുറത്തും സംഘർഷഭരിതമാണ് സാഹചര്യം. എടപ്പാളിൽ BJP പ്രവർത്തകരെ CPM പ്രവർത്തകർ അടിച്ചോടിക്കുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ? ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വേണം. ഒറ്റയ്ക്ക് വന്നാൽ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. ഇപ്പൊ BJP സംസ്ഥാന പ്രസിഡന്റ് ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചിനിടയിൽ കല്ലെറിഞ്ഞു, നാളെ വന്നാൽ എന്തായിരിക്കും? മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. പോലീസ് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോൾ ഗ്രനേഡ് എറിയുമ്പോൾ ആ ഗ്രനേഡ് തിരിച്ചെടുത്ത് എറിഞ്ഞ് ഞാൻ അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നോ, എന്തൊരു തള്ളാണോ! തള്ളി തള്ളി മുല്ലപ്പെരിയാർ വരെ പൊട്ടിപ്പോ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുമ്പിൽ തന്നെ ഞങ്ങൾക്കെതിരെ ഗ്രനേഡ് എറിഞ്ഞപ്പോൾ ആ ഗ്രനേഡ് തട്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുമ്പിൽ തന്നെ ഞങ്ങൾക്കെതിരെ ഗ്രനേഡ് എറിഞ്ഞപ്പോൾ ആ ഗ്രനേഡ് തട്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഒന്ന് നിർത്ത്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.